കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. രാജു 12,000 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം 3 മാസം കഴിഞ്ഞപ്പം അത് പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അയാൾക്ക് എത്ര പലിശ കിട്ടുമെന്ന്. ഇക്വേഷനൊക്കെ നിങ്ങൾക്കറിയാം. I=PNR/100 പലിശ കാണാനുള്ള ഇക്വേഷനാണ്. P പ്രിൻസിപ്പൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന തുക, R പലിശ നിരക്ക്, N എത്ര വർഷം എന്നതാ. അവിടെയാണ് ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നം കിടക്കുന്നത്. ടൈം പീരീഡ് തന്നിരിക്കുന്നത് എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് 2 വർഷവും 3 മാസവും എന്നാ. ക്ലിയർ ആണോ? അങ്ങനെ പറ്റില്ല. N മൊത്തത്തിൽ വർഷത്തിലായിരിക്കണം. അപ്പം നിങ്ങൾ നോക്കുക, ഈ 2 വർഷവും 3 മാസവും എന്ന ഏരിയയെ വർഷത്തിലേക്ക് മാറ്റണം. എന്നാലേ പറ്റൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. 3 മാസത്തിനെ വർഷമാക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? 12 കൊണ്ട് ഹരിച്ചാൽ മതി, അത് വർഷത്തിലാകും അല്ലേ. അപ്പം ഇതും അങ്ങ് വർഷത്തിലാകും. 3ഉം 12 വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/4. അപ്പം 3 മാസം എന്ന് പറഞ്ഞാൽ ഒരു 1/4 വർഷമാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാ ഫ്രാക്ഷൻ ആക്കിയാൽ 2 and 1/4 എന്ന് പറഞ്ഞാൽ 2 + 1/4 4 × 2 8 1 9/4 വർഷമാണ് ഈ ചോദ്യത്തിലുള്ളതെന്ന് തിരിച്ചറിയുക. എങ്ങനെയാ 2 വർഷവും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 1/4 വർഷവും ഉണ്ടെന്ന് പറഞ്ഞാൽ 4 × 2 8 1 9/4 വർഷമല്ലേ ഇത്. 2.25 തന്നെ. അപ്പം N കിട്ടി. ഇനിയിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇക്വേഷൻ പറ. I=PNR/100 ആണ്. PNR എന്ന് തൽക്കാലം എഴുതാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. പറ. പ്രിൻസിപ്പൽ എമൗണ്ട് 12,000. N എന്ന് പറയുന്ന എത്ര വർഷമെന്ന് ഇപ്പം കിട്ടി? 9/4 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% അത് നമ്മൾ എഴുതി വെച്ചു. ക്ലിയർ ആണോ? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ. ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. 2 0 വെട്ടിപ്പോയി. 4ഉം 120ഉം വെട്ടിപ്പോവും. 4 × 30 120. ക്ലിയർ ആയോ എൻ്റെ കുട്ടികളെ? ബാക്കി എന്ത് വന്നു? പലിശ ഞാൻ കാണാൻ പോവാം. ഒരു 30 ഉണ്ട്, ഒരു 9 ഉണ്ട്, ഒരു 5 ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. 30 × 9 270. 270 × 5 അല്ലേ. എത്രയാത്? 135 ആണല്ലോ. 27 × 5. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ടാൽ പോരെ. അപ്പം ഈ പറയുന്ന സമയം കൊണ്ട് അയാൾക്ക് കിട്ടാൻ പോകുന്ന പലിശ എത്ര എന്ന് ചോദിച്ചാൽ 1350 രൂപയാണ്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? എന്നിൻ്റെ കാര്യം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ N വർഷത്തിലായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 3 മാസമാണ് ആ പ്രശ്നം ഉണ്ടാക്കി. 3 മാസത്തിനെ കൂടെ വർഷത്തിലാക്കിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.